നിങ്ങൾ കാണുന്നത് കടലുണ്ടി പുഴയുടെ കാറ്റ്, ശീതക്കാറ്റ് ഇങ്ങനെ അടിക്കുക, ഒരു മന്ദമാരുതം എന്നൊക്കെ പറയില്ലേ. നമ്മളെന്താ വെച്ചാൽ ഏത് ചൂടിനെയും തടഞ്ഞു നിർത്തുമെന്ന ആവേശത്തിൽ അടിക്കുന്ന ഒരു കടലുണ്ടിയുടെ കാറ്റാണ് ഇപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ സുഖം പറഞ്ഞറിയിക്കാൻ പറ്റും. അതുപോലെ ഈ നമ്മുടെ ഈ കണ്ടൽക്കാടിൻ്റെ ലാവണ്യം, ഈ കണ്ടൽക്കാടിൽ വന്നപ്പോഴാണ് കുറേ കാര്യങ്ങൾ മനസ്സിലായത്. ഈ കണ്ടൽക്കാട് കണ്ടാൽ നമ്മൾ ബ്രസീലിൽ ആമസോൺ കാടുകൾ കണ്ടതുപോലെയാണെന്നൊരു സുഹൃത്ത് പറഞ്ഞു. സുഹൃത്ത് എവിടെ? നമ്മൾ ബ്രസീലിലെ ആമസോൺ കാടുകളെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചു. അതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കടലുണ്ടിയിൽ ഇത്തരം സാധനം ആമസോണിന്റെ സാധനത്തിന് അതേപടി ഇവിടെ നമുക്ക് കാണിച്ചു തരാൻ പറ്റിയ കണ്ടൽ ഇവിടെ നമ്മൾ നട്ടു. ഈ കണ്ടൽ എത്ര വേരുകളുണ്ടെന്നാ ചേട്ടൻ പറഞ്ഞു? 3500ഓളം വേരുകൾ, ശ്വസന വേരുകളുണ്ട്. കണ്ടൽക്കാട് നശിക്കുന്നില്ലല്ലോ. കണ്ടൽക്കാട് നശിക്കുന്നില്ല. കണ്ടൽക്കാട് നശിക്കുന്നതിൽ ഇപ്പോൾ ഒരു പ്രധാന കാരണം ഇവിടെ പൂഴി അടിഞ്ഞു കൂടുന്നതാണ്. അത് പൂഴി അടിഞ്ഞു കൂടുന്നതുകൊണ്ട് രണ്ട് നഷ്ടമുണ്ട്. ഒന്ന്, കണ്ടൽക്കാട് നശിക്കുന്നു, അതോടൊപ്പം തന്നെ പരിസ്ഥിതിക്ക് ആഘാതം സംഭവിക്കുന്നു, മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടുക എന്നുള്ള രീതിക്കൊക്കെ ഉള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് വന്നുകൊണ്ടിരിക്കും. ഇതിപ്പോ എത്ര ഹെക്ടറിലാണ് ഇത് സംരക്ഷിച്ചിരിക്കുന്നത്? 133 ഏക്കറിൽ. 130 ഏക്കർ ഉണ്ട് ഇതല്ലേ? ഉണ്ട്. ഓ, അത് ശരി. ഹൗസ് ബോട്ടൊക്കെ ഉണ്ടോ ഇവിടെ? ഹൗസ് ബോട്ടുകളുണ്ട്, അതുപോലെ തന്നെ നമ്മളെ ഹോം സ്റ്റേകളുണ്ട്, അതുപോലെ തന്നെ ടൂറിസ്റ്റുകൾക്ക് വന്ന എല്ലാ സഞ്ചാരികളെ ഇതില്. അപ്പൊ മാത്രമല്ല, ഞാൻ കണ്ട വേറൊരു കാര്യം, ഈ ബോട്ട്, ഈ വള്ളം, ഈ തോണി എഞ്ചിൻ വെച്ച് ഓടുന്നതല്ല. കാരണം ഈ മാലിന്യം ഉണ്ടാകാതിരിക്കാൻ ഇവിടുത്തെ ഒരു പ്രിക്കോഷനാണ്. ഇവിടെ തുഴഞ്ഞു തന്നെ പോയിക്കൊണ്ടിരിക്കുക. ഒരു തുഴക്കാരൻ അവിടെ ഇരുന്ന് പാവം അധ്വാനിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ പുതിയൊരു അധ്വാനിയാണ് അദ്ദേഹം. അപ്പോൾ അങ്ങനെ അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ നമ്മൾ ഒരുപക്ഷെ ഈ ആമസോൺ കാടുകളെയൊക്കെ നമ്മൾ അനുസ്മരിപ്പിക്കുന്ന ഈ കടലുണ്ടി പുഴയുടെ തീരത്തുള്ള ഈ ഒരു പക്ഷേ ഈ കണ്ടൽ കാടുകളൊക്കെ അതൊക്കെ നശിക്കാതിരിക്കട്ടെ. കാരണം സുനാമിയെ തടഞ്ഞു നിർത്തിയ കരുത്തനാണ് ഈ കണ്ടൽ കാടുകൾ എന്നാണ് പറയുന്നത്. സുനാമി അടിച്ചു കയറിയിട്ടും കണ്ടൽ കാടിനോട് കളി നടന്നില്ല.